നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചങ്ങായി പിന്നെ പറയാം ഹലോ ഗൈസ്, എനിക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ കളിയിൽ പറഞ്ഞാൽ നമ്മൾ ചെങ്ങാന്നാണ്ട് ഒരു റൂം ബിയറാണ്. അതിൻ്റെ ഒരു ബിയറാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചങ്ങായി വന്നാണ്ട് നമ്മളോട് പറഞ്ഞു, എനിക്കറിയണ ചങ്ങായിയാണ്, ഫോർച്ച് കയറാൻ വേണ്ടി പേര്. അപ്പോൾ നമ്മളോട് വന്നാണ്ട് 8 കില്ലെടുത്തുക ബൂയി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് റെഡിങ് കോഡ് തരാമെന്ന്. അത് റൂം ബിയറാണ്. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ വർത്താൻ പറയണമെങ്കിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല.
പിടിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ മൂഞ്ചിരിക്കുകയാണ്. റെഡിങ് കോഡ് പോയില്ലേ? ഇത് ആരാണ് ഈ റെഡിങ് കോഡിൻ്റെ വിന്നർ നോക്കാം. ആരാണ് റെഡിങ് കോഡിൻ്റെ വിന്നർ നോക്കാം. ഓക്കെ 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 ഓക്കെ, റെഡിങ് കോഡിൻ്റെ വിന്നർ ആരാണ് നോക്കാം. ഇല്ല കൊമ്മല്ലേ അടിപൊളി. അമ്മാടിക്ക് മേക്കൊക്കെ പിടിച്ച് നിൽക്കന്നെയാണ്. റെഡിങ്കോറിൻ്റെ വിന്നർ ആരാണ്? വിന്നർ 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 അടിറ്റി അടിറ്റി. ഇപ്പം ചാവും ഇപ്പം ചാവും. ആ ചാവട്ടെ ചാവട്ടെ, ഇങ്ങനെയാണ് ചാവുന്നത്. ചാടും ചാവും ചാവും ചാവും. ചാടാ നീ ചാവ്. നമുക്ക് ബിയർ ജയിച്ചു എന്ന് പറഞ്ഞാലോ അപ്പം എങ്ങനെ ഉണ്ടാവും? പോളിയേക്കും. അല്ലാ ആദ്യം ഇക്കടെ മോനെ മോനെ അടിമ കളിയുണ്ട്. ചെക്കൻ സീനട്ടോ. ഇങ്ങനെ രണ്ടാൾ മാത്രമേ ഉള്ളൂ. LNFF എന്നോട് പറ്റും ചോദിക്കാം. വെടിങ്കോളിൽ പിന്നെ അടി 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 ആവോ. LNFF കിടില്ല മോനെ, കിടിലല്ലേ LNFF പോയി മോൻ. അടി 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 അടി. നോക്കിക്കണ്ട ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട. അടിച്ചോ അടിച്ചോ അടിച്ചോ. ഞങ്ങൾ വട്ടം ചുറ്റി കളിക്കാൻ അടിയടാ മുച്ച മക്കൻ പിടി. ആടാ LNF പറ്റിയോ? ഓടാ നമ്മളെ എന്നാലും കിടിലം കിടിലം കിടിലം. അപ്പം നമ്മളെ എന്താണ് BS അലൻസിനാണ് ജയിച്ചിരിക്കണത്. അപ്പം നമ്മൾ പൊട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഫോർത്ത് ഇയർ എടുത്തു ഓനെ വിളിക്കാം. ചെറിയൊരു മൂഞ്ചലാണ് ഇപ്പോൾ പറ്റിയത്. ചെക്കനെ വിളിച്ചാൽ അറിയില്ല.
ഇതൊക്കെയാട്ടോ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ റൂമിൽ ജയിക്കാൻ പറ്റില്ല. നമ്മളെ ഫോർത്ത് ചെയറിനെ അടിച്ചിട്ട് ബൂയി അടിച്ചത്. ഓഫ്, അവൻ പ്ലെയർ ആയി. നമ്മളെ ചെങ്ങായിനോട് റൂം ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി റൂം ഇടാൻ അറിയില്ല ഗൈസ്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് എന്താണ് വീഡിയോ തുടങ്ങാൻ ഈ ലോബി നല്ല ലോബി ഇട്ടു. അതുകൊണ്ട് നമ്മൾ രണ്ട് വീഡിയോ രണ്ട് ബിയർ റൂമാണ് കളിച്ച് നോക്കിയാൽ ഇതാരാ നമ്മള് എന്താണ് ഹെൽത്തി കൂട്ടാണ്. ഓക്കെ, നമ്മളാ ഒന്നും അറിയാതാണ് വന്നത്. അപ്പനെ ഫോർത്ത് വിളിച്ചാണ്ട് റെഡിയും കൂടി വരാറുണ്ട്. നമ്മള് നേരെ കളിച്ചു. പിന്നെ അപ്പൊ തന്നെ വീഡിയോ ഇടാൻ തരുമല്ലോ. അപ്പൊ നമ്മള് നേരെ വീഡിയോ ഇട്ടു. സോറി, നമ്മള് ലോബിന്ന് വിടാൻ പറ്റിയില്ല. ഇനി നമ്മള് വിടുന്ന ലോബിന്നായിരിക്കും. ഗൈസ് കുറച്ച് നേരം റൂമിൽ ടൈം ആവും. നമ്മളൊന്ന് പോസ് ആക്കിയാണ്ടൊന്നും ഇടാട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, പിന്നെ ഞാനൊരു അത്യാവശ്യം കാര്യം പറയാൻ വന്നാണ്. നമ്മൾ ഫോർത്ത് ചെയറല്ല എന്താണ് ഈ റെഡിങ് കോഡ് പറഞ്ഞത് എന്താണ്. പക്ഷെ ഓന് എല്ലാവരോടും പറഞ്ഞിരിക്കണ് എന്താണ് റൂം ഇടാണ്. എന്താണ് വരുന്നവർക്ക് വരാം. ബിയർ റൂമാണ്, ബോഡി ഷോട്ടാണ്. 8 ബൂയി അടിച്ച റെഡിങ് കോഡാണ് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അല്ലേ. നമ്മൾ ഫോർത്ത് ചെയറിനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു ഫോർത്ത് ചെയർ. ഞാൻ ഫോർത്ത് ചെയർ എന്നോട് പറഞ്ഞുകൊണ്ട് തരാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ബിയർ യെസ് ബിയറല്ലേ റൂം ബിയർ. അപ്പോൾ നമുക്ക് ജയിക്കാനറിയില്ല. ടീം ഇട്ട് കളിച്ചാൽ പറ്റുമോ ചൂട്. ഇപ്പോൾ ഒരു റൂം ഇട്ടില്ല. റെഡിങ് കോഡ് പറഞ്ഞൊരു ചങ്ങായി ഓൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും നോട്ട് ചെയ്തോ കേട്ടോ. ചങ്ങനെ സബ് ചെയ്തോ. പാവല്ലേ. എല്ലാവരും കണ്ടു എന്ന് തോന്നണേ ആ ഒരു പേര്. എല്ലാവരും അടിച്ചോട്ടോ ആ പേര്. ഫ്രീ ഫയർ പോയി എല്ലാം സബ് ചെയ്തോ. ഓക്കെ, ബോറടിച്ചോണ്ട് ഈ ഒരു കളി കളിക്കാന്നാ തോന്നണേ. ഇപ്പൊ ഈ കളി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ബോറടിച്ചിട്ടാണ്.
ഗൈസ് ആ കളി കളിച്ചൊന്നുമില്ല ഈ റൂം ഇപ്പോൾ ഇടുമെന്ന് അറിയണേ. അപ്പോൾ ആരും നിർത്തി പോലെ എല്ലാവരും ലൈക്ക് അടിച്ചു പൊട്ടിക്കുക. അപ്പം ലൈക്കാണെങ്കിൽ ഏറ്റവും കൂടുതലാണ് ഈ ഒരു വീഡിയോക്ക് എന്താണ് 20 ലൈക്ക് മിനിമം വന്നാൽ 20 ലൈക്ക് മിനിമം വന്നു കഴിഞ്ഞാൽ എന്തോ മറന്നല്ലോ എന്തിനും റെഡിങ് കോഡല്ലേ റെഡിങ് കോഡോ സോറി പിന്നെ എന്താണ് ഗീവ് അവേ യെസ് ഈ ഒരു വീഡിയോക്ക് 20 ലൈക്ക് എൻ്റെ സബ്സ്ക്രൈബ് 350 സബ്സ്ക്രൈബ് ചെയ്യാൻ ഗീവ് അവേ ഞാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും വരിക ഗീവ് അവേ. ഞാൻ ഗീവ് അവേക്ക് എല്ലാവരും ഉണ്ടാവും. ഞാൻ റെഡിങ് കോഡ് ഒക്കെ എടുത്ത് തരാൻ പോകുന്ന ഗീവ് അവേ. അപ്പോൾ ഈ പരിപാടിക്ക് 20 ലൈക്കും 10 സബ്സ്ക്രൈബിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഗീവ് അവേ നടത്തും. അതുകൊണ്ട് ഈ വീഡിയോ ആരും വിളിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ലൈക്കും സബ് യെസ്. അപ്പോൾ നമ്മൾ സഫ് വന്നിട്ടുണ്ട് യെസ് കുറച്ച് എടുക്ക്. അപ്പോൾ ഗീവേ നമ്മൾ ഇന്ന് എട്ടാം തീയതി അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് 15-ാം തീയതിയാണ് ഗീവ് അവേ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ ഓക്കെ നമ്മൾ കുറച്ച് നേരത്തിന് നമ്മളൊന്ന് എന്തായാലും കളി അല്ലെങ്കിൽ തുടങ്ങിയിട്ട് എന്തായാലും വീഡിയോ ഓണാക്കാം. നമ്മളൊക്കെ എടുത്തോളൂ അല്ല റൂം കേറ്റണ്ടേ നമ്മളെല്ലാം കേറ്റണ്ടേ അപ്പോൾ നമ്മൾ പോവാം. ഇത് എല്ലാവരും വീഡിയോ ആണ് കുറച്ച് നമ്മളൊരു 40 മിനിറ്റ് വരെയൊക്കെ ഉണ്ടാവും. പ്ലീസ് ഇടോ ലൈവ് പോലെ ഞാൻ ഒരു വീഡിയോ ഒക്കെ എത്തിയിരിക്കണം. എന്തായാലും ലൈവ് എല്ലാം വീഡിയോ ആയിട്ട് വീഡിയോ ഫുള്ളായിട്ടാണ്. കയറി യെസ് ഗൈസ് അങ്ങനെ നമ്മൾ കരുതോളാം നമ്മളെ റൂമിൽ കയറിയിട്ടുണ്ട്. ആ ഭാഗ്യം റൂമിൽ കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ചക്കൻ്റെ ലൈവ് റൂമിൽ കയറിയിട്ടുണ്ട്. എന്തോ ലക്കിന് റൂമിൽ കയറി. ഫോർ ചെയർ ഇതാ നമ്മളെ അപ്പുറത്ത് തന്നെ ഉണ്ട്. 15-16 നമ്പർ ഗൈസ് കണ്ടോ കാണ്ടില്ലെങ്കിൽ കാണിച്ചാൽ എല്ലാവർക്കും ഇതാണ് നമ്മളെ ഫോർ ചെയർ. അണ്ണനൊരു പ്ലെയർ ആട്ടോ അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് ഞാനും ഉണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഇത് ആരാണില്ല ഇവിടെ അവൻ്റെ പേരെന്തെങ്കിലും ഉണ്ടോ ഇനി നമ്മൾ അവൻ്റെ പേര് വെച്ച് നോക്കിയപ്പോൾ നമ്മളെ ഫോർച്ചർ നമുക്ക് ഇതട്ടെന്നപ്പോൾ GSBB അങ്ങനെ എന്തോ അല്ലേനോ. ഓക്കെ എല്ലാവരും അവൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൊടുക്കുക. എനിക്ക് അത്രത്തോളം പറയാനല്ല എനിക്ക് അല്ലാതെ അവനോട് എന്തോ പറയാൻ പറ്റില്ലല്ലോ. അത്രയും കഷ്ടപ്പെട്ട് ലൈവ് ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ. ഓക്കെ അപ്പോൾ നമ്മൾ കളി തുടങ്ങാനായെന്ന് തോന്നണം. യെസ് നമ്മൾ കളി തുടങ്ങാനായിട്ടുണ്ട്. ചെന്താ എൻ്റെ പോലെ പേടിയാണ്. ഓക്കെ എല്ലാവർക്കും കുറച്ച് നേരം നമ്മൾ മിണ്ടാതെ ചെയ്തു.
ഗായ്സ് പിന്നെ മൂഞ്ചി. അപ്പോൾ യെസ് ഗായ്സ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബൈ ബൈ. അടുത്തൊരു ദിവസമായി അടുത്തൊരു വീഡിയോമായി പിന്നെയും കാണാം. നമ്മളെ റെഡിയും കൂടി മൂച്ചിട്ടുണ്ട്. അപ്പോൾ ബൈ.